ഇത്തവണത്തെ SLCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുമായിരുന്നു. SLCയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എല്ലാ തവണയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ മോഡലൊക്കെ നമ്മളുടെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെയാണ്. പക്ഷെ മോഡലിനെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന പരീക്ഷ കുറച്ച് ടഫ് ആയിരിക്കും നമ്മുടെ SLC പരീക്ഷ. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആക്കുക എന്നുള്ള ലക്ഷ്യം ഈ പ്രാവശ്യം ഉണ്ട്. അതുകൊണ്ട് ഓരോ ചോദ്യവും കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ് ലെവലായിരിക്കും. പക്ഷെ ചോദ്യത്തിന്റെ പാറ്റേൺ സെയിം ആണ് കേട്ടോ. പാറ്റേൺ സെയിം തന്നെയാണ്. ദാറ്റ് മീൻ ഒരു കോണ്ടന്റ് കൊടുത്തു അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കൊടുത്തു, അതിന് താഴത്തേക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ആ ക്വസ്റ്റ്യൻസിലൂടെ ഡയഗ്നോസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തണം. ഈ സിറ്റുവേഷൻ ഡയഗ്നോസ് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതിക്കൊണ്ടാണ് 5 മാർക്കിന്റെയും 3 മാർക്കിന്റെ ഒക്കെ ആൻസേഴ്സ് എഴുതേണ്ടതുള്ളത്. അങ്ങനെ SLC പരീക്ഷയും ഇപ്രാവശ്യം ടഫായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ കഴിഞ്ഞ തവണ +2 കണ്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കിയപ്പോൾ ഏകദേശം 1 ലക്ഷം പേരാണ് +2 പരീക്ഷയ്ക്ക് തോറ്റത്. അത്തരത്തിൽ ഇപ്രാവശ്യം നമ്മളുടെ SLCയും നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോവാണ്. കുട്ടികൾ വളരെ ഭംഗിയായിട്ട് ഒരു ചാപ്റ്റർ പോലും ഇടാതെ എല്ലാ ചാപ്റ്ററും പഠിച്ചോളൂ. ഓപ്ഷൻസിന്റെ എണ്ണം വളരെ കുറവാണ്. 1-2 ഓപ്ഷൻ മാത്രമേ 2 മാർക്കിലും 3 മാർക്കിലും 5 മാർക്കിലും ഒക്കെ അവൈലബിൾ ഉള്ളൂ. സാധാരണ നമുക്ക് ഓപ്ഷൻസിന്റെ എണ്ണം കൂടാറുണ്ട്. ഇപ്രാവശ്യം ഓപ്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ SLC പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും.